ഇപ്പോൾ കോഴിക്കോട് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് ഫറൂഖിൽ +1 വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തി. കഴുത്തിന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റിയാസ് കെ മാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെ കാരണം? വളരെയധികം ദാരുണമായ ഒരു സംഭവമാണ് കോഴിക്കോട് നടന്നത് എന്ന് പറയാം. ഒരു +1 വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. സമീപകാലത്ത് ഈ കുട്ടികളിൽ നിന്നും നമ്മൾ കേട്ടുവരുന്ന വാർത്തകളിൽ ഏറ്റവും ആശങ്കയുളവാക്കുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് ഫറൂഖിൽ നടന്നത്. മണ്ണൂർ പത്മരാജ സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവത്തിൽ ഫറൂഖ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ അക്രമം നടത്തിയ വിദ്യാർത്ഥിയെയും ആ വിദ്യാർത്ഥിയുടെ അച്ഛനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് വിദ്യാർത്ഥികളും തമ്മിൽ, അതായത് അക്രമം നടത്തിയ വിദ്യാർത്ഥിയും പരിക്കേറ്റ വിദ്യാർത്ഥിയും തമ്മിൽ നേരത്തെ തന്നെ വാക്കുതർക്കമുണ്ടായിരുന്നു. അത് ഒരു വർഷം മുൻപുണ്ടായ ആ വാക്കുതർക്കം, മുൻവൈരാഗ്യത്തെ തുടർന്നാണ് +1 വിദ്യാർത്ഥിയെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആ വാക്കുതർക്കം പരിഹരിക്കാൻ എന്ന് പറഞ്ഞാണ് ഇന്ന് ആ, ആ, ഈ +1 വിദ്യാർത്ഥിയെ മറ്റ് ഈ ആക്രമണം നടത്തിയ വിദ്യാർത്ഥി വിളിക്കുകയും ഇവിടെ കണ്ണൂർ പത്മരാജ സ്കൂളിന് സമീപത്തെത്തിയപ്പോൾ കുട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഈ കുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശരി, വ്യക്തമാണ് റിയാസ്. കോഴിക്കോട് ഫറൂഖിലാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. +1 വിദ്യാർത്ഥിയാണ് മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തിയത്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. അതേസമയം ആക്രമണം നടത്തിയ വിദ്യാർത്ഥിയും അതുപോലെ കുട്ടിയുടെ അച്ഛനും ഇപ്പോൾ ഫറൂഖ് പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു വാർത്ത